ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആകെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത രണ്ടാംഗിളിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിൽ തൃശ്ശൂരിൽ SFI UDSF സംഘർഷം എന്ന നിലയ്ക്കും, രണ്ട്, UDSFിൻ്റെ പരിക്കേറ്റ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് SFI പ്രവർത്തകർ തകർത്തു എന്ന നിലയ്ക്കുമുള്ള രണ്ട് നരേഷൻ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളാകെ വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും തെറ്റായിട്ടുള്ള വാർത്തകളാണ് എന്ന് സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്നാമതായി, സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് SFIയും UDSF പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമല്ല ക്യാമ്പസിനകത്ത് നടന്നത്. മറിച്ച് ആ കലോത്സവത്തിൻ്റെ ആരംഭഘട്ടം മുതലേ സംഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ പിഴവുകൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവിടുത്തെ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട്, വിധി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകൾ, ഏകപക്ഷീയമായിട്ടുള്ള റിസൾട്ട് പബ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയും നിരവധിയായിട്ടുള്ള അപ്പീലുകൾ സംഘാടനവുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്ന നിലയിലേക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഘട്ടത്തിനിപ്പുറം ആ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയ മത്സരാർത്ഥികളെ, വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി അതിൻ്റെ സംഘാടകരും KSUവിൻ്റെയും MSFിൻ്റെയും നേതൃത്വവും ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിലുണ്ടായത്. അത് SFIയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷമല്ല, മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെ, മത്സരാർത്ഥികളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിൻ്റെ സാഹചര്യം. അതിൻ്റെ ദൃശ്യങ്ങൾ ചിലതെങ്കിലും പുറത്തു വന്നത് ചില മാധ്യമങ്ങളെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അതിക്രൂരമായിട്ടുള്ള അക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മാരകമായി ഇരുമ്പുവടികൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ വട്ടം തിരിഞ്ഞ് ഒറ്റയ്ക്ക് അടിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക്, അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പ് ദണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ച് തലപൊളിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കേരളവർമ്മ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മാരകമാംവിധം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയാണ്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏകപക്ഷീയമായി കലോത്സവ നഗരിയെ ആക്രമണത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട്, വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച വിവിധ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തി. ആ പ്രതിഷേധം ഉയർത്തിയത് SFI ആണ് പ്രതിഷേധം ഉയർത്തിയതെന്നാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ SFI അല്ല, മറിച്ച് വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളാണ് വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത്. മതിയായ യോഗ്യതകളില്ലാത്ത ജഡ്ജസാണ് പല ഇവൻറ്റുകളിലുള്ളത്. ഞങ്ങളിപ്പോൾ ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് ലഭിച്ചൊരു വിവരം, തമിഴ് ഉൾപ്പെടെയുള്ള തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇവൻറ്റുകളിൽ ജഡ്ജസായി പങ്കെടുത്തത് ഷൊർണൂറുള്ള ഒരു ക്യാമ്പസിലെ ചില വിദ്യാർത്ഥികളാണ്. ഇവർക്ക് തമിഴ് ഭാഷയുമായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് തമിഴ്നാട്ടിൽ പഠിച്ച ആളുകൾ സർവകലാശാല കലോത്സവത്തിൽ തമിഴ് ഇവൻറ്റുകളുടെ ജഡ്ജസായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാം. ഈ നിലയിൽ ജഡ്ജ്മെൻ്റ് ഉൾപ്പെടെ വലിയ ആക്ഷേപം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കുകയാണ്. അതായത് SFIക്ക് കോളേജ് യൂണിയൻ ഉള്ള ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ സർവകലാശാല കലോത്സവ വേദിയിലെത്തിയാൽ അവരെ ആക്രമിച്ചു കളയുക എന്ന ഉദ്ദേശം മാത്രമായി സർവകലാശാല കലോത്സവ വേദി മാറുകയാണ്.